മണിപ്പൂർ അശാന്തിയിൽ നിന്നും ശാന്തിയുടെ ചുവടുകൾ വെച്ചു തുടങ്ങുകയാണ്. മണിപ്പൂരിലെ കുന്നുകളിലും താഴ്വരയിലും ആയുധങ്ങളും വെടിക്കോപ്പുകളും വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. കൊള്ളയടിച്ചതും നിയമവിരുദ്ധവുമായി കൈവശം വെച്ചതുമായ ആയുധങ്ങൾ തിരികെ നൽകണമെന്ന് ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ ആഹ്വാനത്തിന് പൊതുജനങ്ങൾ ശക്തമായ പിന്തുണ അറിയിച്ചിരുന്നു. ഇംഫാലിൽ സുരക്ഷാ സേനയ്ക്ക് കീഴടക്കിയ വസ്തുക്കൾ ഇവയാണ്: 12 CMG തോക്കുകൾ, 12.303 റൈഫിളുകൾ, 2 SLR റൈഫിളുകൾ, 4 SBBL റൈഫിളുകൾ, 303 റൈഫിളുകൾ, 2 മഗാസീനുകൾ, CMG തോക്കുകൾക്ക് 12 മഗാസീനുകൾ, SLR റൈഫിളുകൾക്ക് 12 മാഗസീനുകൾ, 1 IED 303 റൈഫിളുകൾക്ക് 33 ലൈവ് റൗണ്ടുകൾ, SLR റൈഫിളുകൾക്ക് 32 ലൈവ് റൗണ്ടുകൾ, SBBL റൈഫിളുകൾക്ക് 5 ലൈവ് റൗണ്ടുകൾ എന്നിവയാണ്. കീഴടക്കിയ ആയുധങ്ങൾ സംയുക്ത സുരക്ഷാ സേന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതായിട്ടും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അനധികൃത ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈമാറാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ മണിപ്പൂരിലെ കുന്നിൻ പ്രദേശങ്ങളിലും താഴ്വര ജില്ലകളിലുമായിട്ട് കൊള്ളയടിച്ച 30-ലധികം ആയുധങ്ങളും വെടിക്കോപ്പുകളും പൊതുജനങ്ങൾ സുരക്ഷാ സേനയ്ക്ക് സ്വമേധയാ കീഴടക്കി. ഫെബ്രുവരി 20-ന് ഗവർണർ ഭല്ല കൊള്ളയടിച്ചതും നിയമവിരുദ്ധവുമായി കൈവശമുള്ള ആയുധങ്ങൾ സമയപരിധിക്കുള്ളിൽ സ്വമേധയാ കീഴടക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ കാലയളവിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കില്ല എന്ന് ഉറപ്പും നൽകി. കൊള്ളയടിച്ചതും നിയമവിരുദ്ധവുമായി കൈവശം വെച്ചതുമായ ആയുധങ്ങൾ സ്വമേധയാ കീഴടങ്ങാൻ 7 ദിവസത്തെ സമയം നൽകിയാൽ മതിയെന്ന് മണിപ്പൂർ ചീഫ് സെക്രട്ടറി PK സിംഗ് അറിയിച്ചിരുന്നു. ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയപരിധി കഴിഞ്ഞാൽ അത്തരം തോക്കുകൾ വീണ്ടെടുക്കാൻ സേന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 മെയ് മാസത്തിൽ ആരംഭിച്ച മെയ്തി കുക്കി വംശീയ കലാപത്തിൽ 250-ലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 13-ന് കേന്ദ്രം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. 2027 വരെ മണിപ്പൂർ നിയമസഭ താൽക്കാലികമായി നിർത്തിയും വെച്ചു. രാഷ്ട്രപതി ഭരണത്തിന് പിന്നാലെ മണിപ്പൂരിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ നീക്കം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആയുധ കൈമാറ്റം നടന്നിരിക്കുന്നത്. ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മണിപ്പൂരിൽ ലോക്സഭാ സീറ്റ് കോൺഗ്രസ് എടുത്ത പോലെ നിയമസഭാ സീറ്റ് കൈവിടും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും കാലമില്ലാത്ത കർശന നടപടികൾ ഗവർണർ വഴി നടത്തുന്നത്. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം സമർപ്പിക്കാനിരിക്കവെയായിരുന്നു ബീരേൻ സിംഗിന്റെ രാജി കൊണ്ട് തടിതപ്പിയത്. പക്ഷേ ഇനിയും മണിപ്പൂർ ഭരിക്കാമെന്ന മോഹം BJPക്കില്ല. അതിനിടയിൽ കഴിവുകേട് മറച്ചുവെച്ച മണിപ്പൂരിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത വർഗീയ കലാപം ആളിക്കത്തിച്ചതിന് അവർ തന്നെയാണ് കാരണക്കാർ. ഇതായപ്പോൾ രാഷ്ട്രപതി ഭരണത്തെയും അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ BJP അടിയറവ് നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് കുറഞ്ഞത് 6 മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നിരിക്കവേ ഭരണം പ്രഖ്യാപിച്ച 1 മാസം കഴിയും മുൻപ് തന്നെ ഗവർണറുടെ നേതൃത്വത്തിൽ പുതിയ നീക്കങ്ങൾ നടക്കുകയാണ്. എന്തായാലും മണിപ്പൂരിൽ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഈ കർശന നടപടികൾ സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.